അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അൻസിബ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓഫീസ് സ്റ്റാഫ് അതുല്യ പരാതി നൽകി. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി. വിവരങ്ങളുമായി നവമി ദിനേശ് ചെയ്യുന്നുണ്ട്. നവമി, ഈ അൻസിബയുടെ ആവശ്യം പ്രത്യേക സമിതി രൂപീകരിച്ച് ഈ വിഷയത്തിൽ ഈ പരാതി കേൾക്കണം, ഒരു അന്വേഷണം നടത്തണമെന്നാണ്. പക്ഷേ അത് വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് ഈ അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അമ്മയുടെ നിലപാട്? ടോം, ഇന്നലെ ആയിരുന്നു ഹൻസിബയ്ക്ക് അമ്മ സംഘടനയിൽ നിന്നും മറുപടി നൽകിയത്. അതായത് പരാതി ലഭിച്ചതിന് ശേഷം പറഞ്ഞത് 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഹൻസിബയ്ക്ക് തെളിവുമായി കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാം. ഹൻസിബയുടെ പരാതി വിശദമായി കേട്ടതിന് ശേഷം അതിലൊരു നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാം എന്നായിരുന്നു പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഹൻസിബയ്ക്ക് അയച്ച മറുപടി. ഈ പരാതിക്കുള്ള മറുപടിയായി. പക്ഷെ ഹൻസിബ അതിനുശേഷം അമ്മയ്ക്കൊരു മെയിൽ അയച്ചു. അതിലാണ് പറയുന്നത് തനിക്ക് 1-ാം തീയതി വരാൻ കഴിയും, 2-ഉം 3-ഉം കഴിയില്ല, പിന്നീട് 7-ാം തീയതി കഴിഞ്ഞുള്ളൊരു ദിവസമായിരിക്കും തനിക്ക് വരാൻ പറ്റുക. അതിനു മുൻപ് തനിക്ക് ചില സ്വകാര്യ ആവശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ തന്റെ പരാതി കേൾക്കരുത്. കാരണം ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്കെതിരെയാണ് താൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അവർ തന്നെ തന്റെ പരാതി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് നീതി കിട്ടില്ല എന്നുറപ്പാണ്. പകരം 3 പേരുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, 2 ധ്യാൻ ശ്രീനിവാസൻ, 3-ാമത് മാലാ പാർവതി. ഇവർ 3 പേരും ഉള്ള സംഘമായിരിക്കണം, അല്ലെങ്കിൽ അവരുള്ള സമിതി ആയിരിക്കണം തന്റെ പരാതി കേൾക്കേണ്ടത് എന്നായിരുന്നു ഹൻസിബ അമ്മയ്ക്ക് അയച്ച മറുപടിയിൽ പറയുന്നത്. അതിനുശേഷം ഇന്നലെ അമ്മയിലൊരു യോഗം ചേർന്നിരുന്നു. ജനറൽ ബോഡിക്ക് മുൻപായിട്ടുള്ള യൂയോഗമായിരുന്നു. അതിൽ ഈ വിഷയം വന്നപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചത് ഇവർ 3 പേരിൽ 2 പേർ, അതായത് ധ്യാൻ ശ്രീനിവാസൻ വിദേശത്താണ്, MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സമയമില്ല, സഭയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ പരാതി കേൾക്കുവാനോ ഉടനെ തന്നെ കൊച്ചിയിലേക്ക് വരാനോ തനിക്ക് സമയമില്ല, ആ ദിവസങ്ങളിലൊന്നും താൻ അവൈലബിൾ അല്ല എന്നൊരു മറുപടിയാണ് രമേശ് പിഷാരടി നൽകിയത്. മാലാ പാർവതി പറയുന്നത് തനിക്ക് കേൾക്കുന്നതിന് അസൗകര്യമൊന്നുമില്ല, പക്ഷേ താൻ മാത്രമായി എങ്ങനെയാണ് ഇതിലൊരു തീരുമാനം എടുക്കുക എന്നൊരു ചോദ്യം മാലാ പാർവതി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അസൗകര്യം യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് അമ്മ ഒരു തീരുമാനമെടുത്തത്. നിലവിലുള്ള പുതിയ സമിതി ഇങ്ങനെ രൂപീകരിച്ച് പരാതി കേട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അതൊരു കീഴ്വഴക്കമാകും, അല്ലെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ വേറെ സമിതികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടും. അതുകൊണ്ട് നിലവിലുള്ള സമിതി തന്നെ ഹൻസിബയുടെ പരാതി കേട്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സംഘടന എത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും ഹൻസിബ ഇനി എന്താണ് ഇതിലൊരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് തീർച്ചയായും. അതോടൊപ്പം അതുല്യയുടെ ഓഫീസ് സ്റ്റാഫ് അതുല്യയുടെ പരാതിയാണ്. ഈ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംഭാഷണങ്ങളും ശബ്ദരേഖകളും ഉൾപ്പെടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി നൽകാൻ അതുല്യെ പ്രേരിപ്പിച്ച ഘടകം? അത് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണോ, അതോ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ്, ഒരു സെറ്റിൽമെന്റിന്റെ സാധ്യതയുണ്ടോ? ടോം, എന്തായാലും അമ്മ സംഘടനയിലെ അടി അത് അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കഴിയുന്നതോറും ഓരോ പരാതികളായിട്ട് വരികയാണ്. ഇപ്പോൾ അതുല്യ രംഗത്തെത്തിയത് കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ, നീന കുറുപ്പ് എന്നിവർക്കെതിരെയാണ്. അന്നൊരു പ്രശ്നമുണ്ടായി. അത് അതുല്യെ വിളിച്ചു, സംസാരിച്ചു, പ്രശ്നം പരിഹരിച്ചു. അതുല്യെ തിരിച്ചെടുക്കാൻ സംഘടന തീരുമാനിക്കുകയും ചെയ്തു. എങ്കിലും അതായത് അതുല്യെ അവിടെ നിന്ന് പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്നും കുക്കു പരമേശ്വരനും ബാക്കിയുള്ള മറ്റ് 2 പേരും പിന്മാറിയിട്ടില്ല എന്നാണ് അതുല്യ പറയുന്നത്. അതിന്റെ ഭാഗമായി അതുല്യെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റിയുടെ സഹായം കുക്കു പരമേശ്വരൻ തേടിയെന്നാണ് അതുല്യ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിന്റെ ഓഡിയോ സന്ദേശമടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതുല്യ പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനോട് തന്നോട് അതുല്യ മോശമായി പെരുമാറി, അതുല്യ തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ പരാതി ഉണ്ടാക്കി സംഘടനയ്ക്കുള്ളിൽ തന്നെ പറയുക, അതൊരു പരാതിയായി ഉന്നയിക്കുക, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതുല്യയെ പുറത്താക്കുക എന്നതായിരുന്നു കുക്കു പരമേശ്വരൻ ലക്ഷ്യം വെച്ചത്. തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് സെക്യൂരിറ്റി അതുല്യയോട് പറയുകയാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടോം. ഇതിൽ പരസ്പരം ഒരാളെ അതുല്യെ
പുറത്താക്കുന്നതിന് വേണ്ടി പല കഥകളും മെനയുകയാണ് കുക്കു പരമേശ്വരൻ. അതിന് സെക്യൂരിറ്റിയെ ബലിയാടാക്കുന്നു എന്നൊക്കെയാണ് ഈ അതുല്യ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം നീനാക്കുറുപ്പുമായിട്ടുള്ള സംഭാഷണം നീനാക്കുറുപ്പ് തന്നെ അത് പുറത്തു വിട്ടതിന് ശേഷം താനാണ് അത് പ്രചരിപ്പിച്ചതെന്ന് പറയുകയും തനിക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നീനാക്കുറുപ്പ് വ്യാജ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതികാരത്തിലാണ് ഇപ്പോൾ വീണ്ടും തനിക്ക് എതിരെയും വീണ്ടും ഓരോ വളരെ നാണംകെട്ട ഏർപ്പാടുകളാണ് താരസംഘടനയിൽ നടക്കുന്നത്. പല രീതിയിലുള്ള കഥകൾ, കുപ്രചരണങ്ങൾ, അതോടൊപ്പം അവിഹിത കഥകളടക്കം പറയുന്നുവെന്ന് താരങ്ങൾ പറയുന്നു. അതിൻ്റെ പേരിൽ പരസ്പരം വിഴുപ്പലക്കുന്നു. പക്ഷേ ഈ അമ്മയുടെ നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പോലും, അതായത് ഒരു അന്വേഷണം നടത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ പോലും അമ്മ നേതൃത്വം തയ്യാറായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.